കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ച 48 പവൻ സ്വർണം കാണാതായി. ഏകദേശം 55 ലക്ഷം രൂപയുടെ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ പേരൂർ സ്വദേശി ധന്യ പറയുന്നു. നഷ്ടപ്പെട്ട സ്വർണത്തിന് ബാങ്ക് മറുപടി പറയണമെന്നാവശ്യപ്പെട്ട ധന്യ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഷമീർ ചേർന്നു. ഷമീർ, ഏറ്റവും ഗൗരവതരമായ കാര്യം, ലോക്കറിൽ സൂക്ഷിച്ച 48 പവനാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ബാങ്ക് അധികൃതർക്ക് ഇതിൽ മറുപടിയുണ്ടോ? എന്താണ് നിലവിലെ വിവരം? ഷാമിലി, 2013 ധന്യ ഇത്തരത്തിൽ പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും അവിടെ ഇത്തരത്തിലൊരു ലോക്കറിൽ അവർ സ്വർണം വെക്കുകയും ചെയ്തത്. ഇതിനുശേഷം 2014 അവരെത്തി ആ ലോക്കറിൽ നിന്ന് ഒരു കൈ ചെയിൻ എടുത്തു. അതിനുശേഷം 2024 എത്തി ഈ സ്വർണം പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഏപ്രിൽ മാസം എത്തി സ്വർണം പൂർണ്ണമായി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ലോക്കറിൽ നിന്ന് ഈ സ്വർണം കാണാതായി എന്നുള്ള വിവരം അറിയുന്നത്. എന്തായാലും ഈ സ്വർണം എടുക്കുന്ന സമയത്ത് ബാങ്കിലെ വിധു എന്നൊരു ജീവനക്കാരനൊപ്പമാണ് ആ ലോക്കർ മുറിയിലേക്ക് കയറിയത്. ബാങ്കിൻ്റെ ചാവി ഇടാൻ കഴിഞ്ഞില്ല. പകരം ഈ ധന്യ കൊണ്ടുവന്ന ചാവി ഉപയോഗിച്ചാണ് ലോക്കർ തുറക്കാൻ ബാങ്ക് അധികൃതർ ശ്രമിച്ചത് എന്നാണ് ധന്യ പറയുന്നത്. ഇതിനുശേഷം തുറക്കുമ്പോൾ ആ സ്വർണം സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ ഒരു തരി സ്വർണം പോലും ഇല്ല എന്നൊരു വാസ്തവമാണ് അവർ തിരിച്ചറിയുകയും ചെയ്തത്. ഇതിനുശേഷം ആ ബാങ്കിലെ സെക്രട്ടറി അടക്കമുള്ളവരോട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറുപടി പറയുകയും ചെയ്തു. ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സ്വർണം എടുക്കാനായി അവർ ബാങ്കിലേക്ക് ചെല്ലുകയും ചെയ്തത്. അവരുടെ സൗണ്ട് ബൈറ്റ് ലഭ്യമായെങ്കിൽ അത് നൽകാവുന്നതാണ്. അങ്ങനെ ആ സെക്രട്ടറിയുമായി സംസാരിക്കുന്നു. ഉടൻ പരിഹാരമാക്കും എന്ന് സെക്രട്ടറി പറയുന്നു. ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ ബാങ്കിന് കഴിയുന്നില്ല. അങ്ങനെ അവർ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. കിളികല്ലൂർ പോലീസ് ആ പരാതി 10 ദിവസം വരെ പരിശോധിച്ച ശേഷവും FIR ഇടാൻ തയ്യാറായില്ല. തുടർന്നാണ് ആ സ്ത്രീ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരമാണ് ഇക്കഴിഞ്ഞ ദിവസം ആ കേസിലൊരു FIR രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 55 ലക്ഷം രൂപയുടെ സ്വർണം ഈ ലോക്കറിൽ ഉണ്ടായിരുന്നു എന്നാണ് FIRൽ പറയുന്നത്. എന്തായാലും ബാങ്ക് കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലുള്ള ബാങ്കാണ്. മുൻ MLA അന്തരിച്ച പ്രതാപ് വർമ്മ തമ്പാൻ്റെ മകൾ ചൈത്ര തമ്പാനാണ് ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ്. അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകൂ, ബാങ്ക് കേസിൻ്റെ വഴിയിൽ നോക്കിക്കോളാമെന്ന ധിക്കാരപരമായ മറുപടിയാണ് ബാങ്ക് നൽകിയതെന്നാണ് ധന്യ പറയുന്നത്. എന്തായാലും നിസ്സഹായയായ യുവതി, ആ 2 പെൺകുട്ടികളുടെ മാതാവ്, അവർ ഒരു പെൺകുട്ടിയുമായി കഴിഞ്ഞ ദിവസം മുതൽ ആ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഇതുവരെയായും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പോസിറ്റീവ് നടപടിയും അവർക്ക് ആ സ്വർണം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനോ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ധന്യ ആവശ്യപ്പെടുന്നത് മറ്റാളുകൾക്കും ഇത്തരത്തിൽ ഈ ലോക്കറിൽ പണം വെച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർണം വെച്ചിരിക്കുന്നവർക്ക് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗൗരവകരമായി പരിശോധിക്കണം എന്നാണ് ധന്യ ആവശ്യപ്പെടുന്നത്. വീട്ടിൽ സൂക്ഷിക്കുന്നതിൽ ഉള്ള പേടി കൊണ്ടും ഭയം കൊണ്ടൊക്കെയാണ് കൊണ്ടുപോയി ഇത് ലോക്കറിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ലോക്കറിൽ നിന്ന് തന്നെ ഇത് കാണാതാവുക, നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ബാങ്ക് കൃത്യമായും ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടെ സമരവും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലൊക്കെ ഇതിൻ്റെ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ കരുതുന്നു. ഷമീർ അവിടെ നിന്നും നിലവിൽ വിവരങ്ങൾ നൽകിയത്.